എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പ് 2026 ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ അക്ഷരാർത്ഥത്തിൽ കോരിത്തരിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കൊളംബോയിലെ ചരിത്രപ്രസിദ്ധമായ സിംഹലീസ് സ്പോർട്സ് ക്ലബ്ബ് മൈതാനത്ത് പാകിസ്ഥാനും നമീബിയയും തമ്മിൽ നടന്നത് വെറുമൊരു മത്സരമായിരുന്നില്ല, മറിച്ച് ലോക ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ വിലാസവും നിലനിൽപ്പും കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഒരു വശത്ത് ടൂർണമെന്റിൽ നിലനിൽക്കാൻ ഇന്ത്യയുടെ വിജയത്തിനായി ഉള്ളുരുകി പ്രാർത്ഥിച്ചിരുന്ന പാകിസ്ഥാൻ, മറുവശത്ത് നമീബിയയെ 102 റൺസിന്റെ പടുകൂറ്റൻ വ്യത്യാസത്തിൽ നിഷ്കരണം തകർത്തെറിഞ്ഞ് സൂപ്പർ 8ലേക്ക് രാജകീയമായി തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ചരിത്ര വിജയത്തിനു ശേഷം മൈതാനത്ത് അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ കോടിക്കണക്കിന് ആരാധകരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നതായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ നായകൻ സൽമാൻ ആഘ ഒട്ടും മടിക്കാതെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പാക് ആരാധകർ വർഷങ്ങളായി കാത്തിരുന്ന ആ വിശ്വരൂപമാണ് ഇന്ന് ഓപ്പണർ സാഹിബ്സാദ ഫർഹാൻ മൈതാനത്ത് പുറത്തെടുത്തത്. കേവലം 58 പന്തുകളിൽ നിന്നും 11 ബൗണ്ടറികളുടെയും 4 പടുകൂറ്റൻ സിക്സറുകളുടെയും അകമ്പടിയോടെ ഫർഹാൻ പുറത്താവാതെ 100 റൺസ് എന്ന മാന്ത്രിക സംഖ്യയിലെത്തി. ക്യാപ്റ്റൻ സൽമാൻ ആഘയുടെ നിർണായകമായ 38 റൺസും ഷദാബ് ഖാന്റെ വെടിക്കെട്ട് 36 റൺസും കൂടിച്ചേർന്നപ്പോൾ പാകിസ്ഥാൻ സ്കോർ ബോർഡിൽ 199 റൺസ് എന്ന പടുകൂറ്റൻ മല തീർത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നമീബിയൻ നിരക്ക് പാക് ബൌളിംഗ് ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. കേവലം 16 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ പിഴുതെടുത്ത ഉസ്മാൻ താരിഖിന്റെയും 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ഷദാബ് ഖാന്റെയും സ്പെല്ലുകൾക്ക് മുന്നിൽ നമീബിയ വെറും 97 റൺസിന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. അമ്പയർ അവസാന വിക്കറ്റ് വീണെന്ന് വിരലുയർത്തിയ നിമിഷം സ്കോർ ബോർഡിൽ പാകിസ്ഥാന്റെ 102 റൺസിന്റെ ആധികാരിക വിജയം തെളിഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിൽ കണ്ടത് ഹൃദയഭേദകമായൊരു കാഴ്ചയായിരുന്നു. ഇത് വെറുമൊരു വിജയമായിരുന്നില്ല, പാക് ക്രിക്കറ്റിന്റെ പുനർജന്മമായിരുന്നു. തങ്ങൾ സൂപ്പർ 8-ൽ എത്തിയെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ക്യാപ്റ്റൻ സൽമാൻ ആഘ പിച്ചു മധ്യത്തിൽ മുട്ടുകുത്തിയിരുന്ന് മുഖം കൈകൾ കൊണ്ട് പൊത്തി കുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി രാജ്യത്തിനും ടീമിനും ഏറ്റിരുന്ന കടുത്ത അപമാനങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഭാരമാണ് ആ സങ്കടക്കടലായി പെയ്തിറങ്ങിയത്. മുൻ ക്യാപ്റ്റൻ ബാബർ അസമും ഷദാബ് ഖാനും ഓടിയെത്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചെങ്കിലും സൽമാന്റെ തേങ്ങലുകൾ അടങ്ങിയിരുന്നില്ല. എന്നാൽ യഥാർത്ഥ ഭൂകമ്പം സൃഷ്ടിക്കപ്പെട്ടത് മത്സരശേഷമുള്ള പ്രസന്റേഷൻ സെറിമണിയിലാണ്. വിതുമ്പുന്ന ശബ്ദത്തോടെ മൈക്കിനു മുന്നിലെത്തിയ സൽമാൻ ആഘ പറഞ്ഞു, "ഈ വിജയം വെറും ഒരു പോയിന്റല്ല, ഞങ്ങൾ തകർന്നടിയുന്നത് കണ്ട് വേദനിച്ച കോടിക്കണക്കിന് ആരാധകരുടെ വിശ്വാസത്തിന്റെ വിജയമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഞാനും എന്റെ ടീമും കുടുംബങ്ങളും അനുഭവിച്ച മാനസിക പീഡനങ്ങളും വിഷലിപ്തമായ വിമർശനങ്ങളും പടച്ചവന് മാത്രമേ അറിയൂ. പാകിസ്ഥാൻ ക്രിക്കറ്റ് മരിച്ചുവെന്ന് കരുതിയവർക്കുള്ള മറുപടിയാണിത്. മുറിവേറ്റ സിംഹത്തെപ്പോലെ പോരാടിയ സാഹിബ്സാദ ഫർഹാനോട് ഞാൻ നന്ദി പറയുന്നു." പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ കണ്ണീർ വറ്റി അവിടെ പ്രതികാരത്തിന്റെ തീപ്പൊരികൾ മിന്നിത്തിളങ്ങി. ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ടീമായ ഇന്ത്യയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ഗർജിച്ചു, "ഇന്ത്യയുടെ മികച്ച വിജയമാണ് ഞങ്ങൾക്ക് ഈ ടൂർണമെന്റിൽ ജീവൻ നൽകിയതെന്ന സത്യം ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ആരുടെയും ദയയിലോ ഔദാര്യത്തിലോ ജീവിക്കുന്നവരല്ലെന്ന് ലോകം കാതോർത്ത് കേൾക്കുക. സൂപ്പർ 8-ലെത്തിയ എന്റെ മനസ്സിൽ ഇനിയൊരു ഒരേ ലക്ഷ്യമേ ഉള്ളൂ, 2026 T20 ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയെ നേരിടുക. കഴിഞ്ഞ തവണ കൊളംബോയിൽ അവർ ഞങ്ങളെ തോൽപ്പിച്ച് പരിഹസിച്ചത് ലോകം കണ്ടതാണ്. എന്നാൽ ഇത്തവണ ഫൈനലിൽ ഞങ്ങൾ ഇന്ത്യയെ തകർത്ത് ആ അപമാനങ്ങൾക്ക് പലിശ സഹിതം പകരം വീട്ടും. ലോക കിരീടവുമായി മാത്രമേ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് മടങ്ങൂ." ഈ പ്രഖ്യാപനം ലോക ക്രിക്കറ്റിനെ അക്ഷരാർത്ഥത്തിൽ രണ്ടായി പിളർത്തിയിരിക്കുകയാണ്. ചിലരിതൊരു യഥാർത്ഥ പോരാളിയുടെ ആവേശമായി കാണുന്നു, മറ്റു ചിലർ പുറത്താകലിന്റെ വക്കിൽ നിന്നൊരു ടീമിന്റെ അഹങ്കാരമായി ഇതിനെ വിലയിരുത്തുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് ശ്രീലങ്കയോടേറ്റ നാണം കെട്ട തോൽവിക്ക് പിന്നാലെ ഓസ്ട്രേലിയൻ ക്യാമ്പിലും വൻ പൊട്ടിത്തെറികൾ അരങ്ങേറുകയാണ്. ഗ്ലെൻ മാക്സ്വെൽ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. "എനിക്ക് എന്നോടും മുഴുവൻ ടീമിനോടും അതിയായ ദേഷ്യമുണ്ട്. ഞങ്ങളുടെ മുഖമുദ്രയായ ആക്രമണോത്സുകത ഞങ്ങൾ മൈതാനത്ത് കാണിച്ചില്ല. ശ്രീലങ്ക ഞങ്ങളെക്കാൾ വിശപ്പുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമായിരുന്നു. ഞങ്ങൾ പേരിനു മാത്രമുള്ള ഓസ്ട്രേലിയക്കാരായി മാറി. ഇന്ത്യ പോലുള്ള ടീമുകൾ സമ്മർദ്ദത്തിൽ കൂടുതൽ അപകടകാരികളാകുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഇതൊരു മാനസിക ദൗർബല്യമാണ്." സ്റ്റീവ് സ്മിത്തും പരാജയത്തെ വിലയിരുത്തിയത് സമാനമായ രീതിയിലാണ്. "ഇത് സാങ്കേതികതയുടെ പരാജയമല്ല, മറിച്ച് മാനസികാവസ്ഥയുടെ പരാജയമാണ്. ഞങ്ങളുടെ തന്ത്രങ്ങളിൽ യാതൊരു വ്യക്തതയുമില്ലായിരുന്നു." പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം നിങ്ങളുടെ മുന്നിലാണ്. സൽമാൻ ആഘയുടെ ഈ ഗഗനചുംബിയായ ആത്മവിശ്വാസം യാഥാർത്ഥ്യമാകുമോ? സൂപ്പർ 8-ലെ കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ വഴികളിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് തുടങ്ങിയ വമ്പന്മാരെ തകർത്തെറിഞ്ഞ് പാകിസ്ഥാൻ ഫൈനലിലെത്തുമോ? ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനൽ പോരാട്ടം വന്നാൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്കമുള്ളതും അപകടകാരികളുമായ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഈ പകപോക്കലിനെ വീണ്ടും മണ്ണോട് ചേർക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രവചനങ്ങളും യാതൊരു ഭയവുമില്ലാതെ താഴെ കമന്റ് ബോക്സിൽ പാക് ചാലഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് ഈ ചർച്ചയുടെ യഥാർത്ഥ ജീവൻ.
സൽമാൻ ആഘയുടെ ഈ കണ്ണീരും പോരാട്ടവീര്യവും നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് നൽകാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. T20 ലോകകപ്പ് 2026 കോരിത്തരിപ്പിക്കുന്ന ഓരോ വാർത്തകൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.